ഗൈസ്, ഇപ്പോഴും പല മക്കളുടെയും സംശയമാണ് നമ്മളുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഞങ്ങൾ ഓൺലൈനിലൂടെ ഒരുപാട് ക്ലാസ് എടുക്കാന്നല്ലാതെ ഞങ്ങൾക്ക് കാര്യമായിട്ട് ബുക്കൊന്നും ഉണ്ടാവില്ല നോക്കി പഠിക്കാൻ. വെറുതെ ഇങ്ങനെ ഓൺലൈനിൽ ക്ലാസ് കേൾക്കുന്നു, നോട്ട് എഴുതുന്നു, ഇതാണ് പരിപാടി എന്നാണ് പല കുട്ടികളുടെയും ഇപ്പോഴത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ഡൗട്ട് ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് മാറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എജ്യൂപോർട്ടിന്റെ ഫൗണ്ടേഷൻ ബാച്ചിൽ മക്കൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എത്താൻ പോകുന്ന ഫൗണ്ടേഷൻ കിറ്റാണ് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഞാൻ 9th ഫൗണ്ടേഷൻ കിറ്റാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെൽക്കം ഹോം എന്ന് പറയുന്ന ഞങ്ങളൊരു ലവ്ലി ലെറ്റർ ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ കരിയർ ബുക്ക്ലെറ്റും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ. കരിയർ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും തന്നെ നമ്മൾ എജ്യൂപോർട്ടിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. ബിക്കോസ് നിങ്ങൾ ഫ്യൂച്ചറിൽ ഇപ്പോഴേക്ക് ആവശ്യമുള്ളതെന്ന് ഞാൻ പറയില്ല. ഇപ്പോഴേക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇപ്പോൾ നമ്മളുടെ ഈ NMMSലൊക്കെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടിയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ആക്ച്വലി എജ്യൂപോർട്ടിന്റെ ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡോക്ടർ ആവാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ മെഡിസിനിൽ എവിടൊക്കെ ടോപ്പ് കോളേജസ് ഇൻ ഇന്ത്യ ഏതൊക്കെയാണ്, നമ്മുടെ ടോപ്പ് കോളേജസ് ഇൻ കേരള ഏതൊക്കെയാണ്, എഞ്ചിനീയറിംഗിലാണെങ്കിലും ടോപ്പ് കോളേജസ് ഏതാണ്, ലോ ലെവലിലാണെങ്കിലും BArch അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആഗ്രഹം ആ ഒരു ആഗ്രഹം പൂർണ്ണമാക്കാനുള്ള നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജസ് ഏതാണെന്നുള്ളതൊക്കെ ഈ ഒരു ലിസ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എവിടെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ഇപ്പം തന്നെ തീരുമാനിച്ച് നിങ്ങൾക്ക് സ്വപ്നം കാണൽ തുടങ്ങാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു പീരിയോഡിക് ടേബിൾ കൊടുക്കുന്നുണ്ട്. പീരിയോഡിക് ടേബിൾ എന്തായാലും ആവശ്യമാണ് അല്ലേ. ഈ ഒരു പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റും. വെറുതെ നോക്കിയിരിക്കാമല്ലോ കേട്ടോ, സ്നേഹത്തോടൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഈ ഒരു പീരിയോഡിക് ടേബിൾ മറന്നു പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പീരിയോഡിക് ടേബിൾ നിങ്ങളെ കയ്യിലെത്തിക്കുന്നത്. അതുപോലെ മറ്റൊരാളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ, അതായത് ഇവനെ പല ആൾക്കാരും ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടാവും. നമ്മളുടെ സിലബസ് ട്രാക്കർ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ ഈ അവസാനത്തെ എക്സാമിലൊക്കെ നമ്മൾ നിങ്ങളോട് ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പറയലുണ്ടായിരുന്നു. സിലബസ് ട്രാക്കർ കിട്ടണമെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പറയലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിലബസ് ട്രാക്കർ നമ്മളുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ കയ്യിലെത്തും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ച് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സാധനം തന്നെയാണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നതെങ്കിൽ സിമ്പിളായിരുന്നു. ഈ സ്കൂളിൽ ഈ ഒരു ചാപ്റ്റർ എത്തി, അപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററാണ് പഠിപ്പിക്കുന്നത്, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ തികച്ചും വേറെ സാധനങ്ങൾ തന്നെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. വേറെ തന്നെ ടോപ്പിക്സ് ആയിരിക്കും. നിങ്ങൾ പഠിക്കുന്നേക്കാളും കുറച്ച് എക്സ്ട്രാ സാധനങ്ങളായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്തും ഇവിടെ മാത്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആണ് ഉണ്ടാവുക. അപ്പോൾ മാത്സിൽ നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എത്ര ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്തു എന്ന് ഇവിടെ എഴുതാം. നമ്പർ ഓഫ് റിവിഷൻ, ഒന്നാമത്തെ പ്രാവശ്യം റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നാമത്തേൽ നിങ്ങൾക്ക് കളർ ചെയ്യാം, രണ്ടാമത്തെ റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തേൽ കളർ ചെയ്യാം. അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിലബസ് ട്രാക്കർ. അപ്പോൾ ഈ ഒരു സിലബസ് ട്രാക്കർ നിങ്ങൾ റൂമിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഞാൻ മാത്സ് ആണ് ഇപ്പോൾ കൂടുതൽ പഠിക്കുന്നത്, മാത്സ് ഇത്ര ചാപ്റ്റർ കവർ ചെയ്തു, പക്ഷെ ഞങ്ങൾ ഫിസിക്സ് അത്ര ഞാൻ നോക്കാറില്ല. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു സിലബസ് ട്രാക്കർ എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ടെക്സ്റ്റ് ബുക്സും ഉണ്ട് കേട്ടോ നമ്മളുടെ ഫൗണ്ടേഷൻ ബാച്ചിന്. അപ്പോൾ ഞാൻ 9th ടെക്സ്റ്റ് ബുക്സ് ആണ് ഇവിടെ എടുത്തത്. ഇവനാണ് നമ്മളുടെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക്. അതുപോലെ തന്നെ ഇവനാണ് നമ്മളുടെ ബയോളജി വരുന്നത്, ആൻഡ് ഫിസിക്സ് ഉണ്ട്, ആൻഡ് ഓൾസോ മാത്സും ഉണ്ട്. അപ്പോൾ ഇവന്മാരാണ് ഈ 4 ടെക്സ്റ്റ് ബുക്സ് ആണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ മാത്സ് തന്നെ എടുക്കാം. മാത്സിൽ ടെക്സ്റ്റ് ബുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉള്ളതെന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ചാപ്റ്റർ എങ്ങനെയാണ് വരാമെന്ന് കാണിച്ചു തരാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ഫസ്റ്റ് നിങ്ങളുടെ 9th മാത്സിൻ്റെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ നമ്പർ സിസ്റ്റം ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസ് ആണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പോകുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെക്ക് പോയിന്റ്സ് ഉണ്ട്. അതായത് ഈ ഒരു ചെക്ക് പോയിന്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ആ ചെക്ക് പോയിന്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് പഠിച്ച ടോപ്പിക്ക് കറക്റ്റ് ആണോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കണ്ടോ,
കണ്ടോ ചെക്ക് പോയിന്റ് 1 എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, ഇതുപോലെ ചെക്ക് പോയിന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ ടോപ്പിക് കഴിയുമ്പോൾ ചെക്ക് പോയിന്റ് 1 ചെക്ക് പോയിന്റ് 2 എന്ന് പറഞ്ഞിട്ട് ചെക്ക് പോയിന്റ്സ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, നിങ്ങളോട് നമ്മൾ പറയല്ലേ നിങ്ങൾ മൈൻഡ് മാപ്പ് വരയ്ക്കണം, നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ വരയ്ക്കണം എന്ന്. അത് നിങ്ങൾ ഇനി കഷ്ടപ്പെട്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ആ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു മൈൻഡ് മാപ്പ് ഞങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൈൻഡ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചാപ്റ്ററിൽ എന്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത് മൊത്തത്തിൻ്റെ ഒരു ഷോർട്ട് നോട്ടാണ് ഈ ഒരു മൈൻഡ് മാപ്പിൽ എന്ന് പറയുന്നത്. ഇനി ഈ മൈൻഡ് മാപ്പും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓരോ എക്സാം കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇപ്രാവശ്യം എക്സാമിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല, ഇത് ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതികളാണ് ഓരോ പ്രാവശ്യവും ഓരോ എക്സാം എഴുതുന്ന സമയത്തും. പക്ഷേ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ആ പരാതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫൗണ്ടേഷൻ്റെ കുട്ടികൾക്ക് ആദ്യം ഞങ്ങൾ എക്സംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ് 10 ക്വസ്റ്റ്യൻസ് കൊടുക്കും. ആ 10 ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അതിൻ്റെ ആൻസേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആൻസേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം അസസ്മെന്റ് കോർണറാണ്. ഈ അസസ്മെന്റ് കോർണറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ഉണ്ട്, സിംഗിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ മാത്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, അസേർഷൻ റീസണിങ് വന്നിട്ട് നമ്മൾ മേലേക്ക് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൗണ്ടേഷൻ്റെ മക്കൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വരില്ല. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്ത് നമ്മൾ പഠിപ്പിക്കും. ആൻഡ് ഓൾസോ ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദെൻ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യന്, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യന്, അങ്ങനെ തുടങ്ങിയിട്ട് ഏതൊക്കെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ പറ്റുമോ, ഇനിയിപ്പോൾ നിങ്ങളുടെ സാധാ എക്സാമിനായിക്കോട്ടെ മുന്നോട്ട് എന്തായിക്കോട്ടെ ഏതൊക്കെ ടൈപ്പ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ പറ്റുമോ ആ ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾക്ക് മതി നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ ഈ ഒരൊറ്റ സാധനം തന്നെ മതി. പിന്നെ ക്ലാസ് കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എടാ സെറ്റായിരിക്കും. സോ ഇതാണ് ഞങ്ങളുടെ ഫൗണ്ടേഷൻ കിറ്റ് എന്ന് പറയുന്നത്. അപ്പം മറക്കണ്ട, നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യണം. ഫ്യൂച്ചറിൽ ഒരു ചാമ്പ്യൻ ആയിട്ട് മാറണം, ഫ്യൂച്ചറിൽ IITസിലും NITസിലും പഠിക്കണം എന്ന് ഉള്ളിലൊരു കുഞ്ഞു ആഗ്രഹമെങ്കിലും ഉള്ള കുട്ടികൾ ഇതിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ എടാ മറക്കാതെ നമ്മളുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള എജ്യൂപോർട്ടിൻ്റെ ഫൗണ്ടേഷൻ ബാച്ച് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടേക്കുക. ഇവിടുന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും എന്താണ് ഫൗണ്ടേഷൻ ബാച്ച്, എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ബാച്ചിൽ വെച്ച് കാണാം, ഫൗണ്ടേഷനിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.